നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു ഭക്തൻ രമണ മഹർഷിയുടെ പാദങ്ങൾ പിടിച്ചുകൊള്ളട്ടെ എന്ന് അനുമതി ചോദിച്ചു. എന്റെ പാദങ്ങളിൽ പിടിച്ചാൽ നിങ്ങൾ നിരാശനാകും, കാരണം ഒരു ദിവസം ഈ പാദങ്ങളോടെ ഞാൻ അപ്രത്യക്ഷനാകും. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ പാദങ്ങൾ മുറുകെ പിടിക്കുക എന്നായിരുന്നു മഹർഷിയുടെ മറുപടി. ഭൗതികതയുടെ ക്ഷണികതയും ആത്മാന്വേഷണത്തിന്റെ പ്രാധാന്യവും വെളിവാക്കുന്ന മറുപടിയാണിത്. ഗുരുക്കന്മാരുടെ വചനങ്ങൾ കേൾക്കുക, ബഹുമാനിക്കുക, എന്നാൽ പരമമായ ദൈവത്തെ മാത്രം ആശ്രയിക്കുക. ഒരു പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് പോലെയാണ് ഈശ്വര പ്രാർത്ഥന. മാലിന്യങ്ങൾ കഴുകി പോകുന്നതോടൊപ്പം നമ്മിൽ ആത്മവിശ്വാസത്തിന്റെ കുളിർമ നിറയുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടുവിളിക്കുകയാണ്. ഇവിടെയാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. സ്വയംഭൂവായ ശാസ്താ പ്രതിഷ്ഠയാണ് ഇവിടെ ആരാധനാമൂർത്തി. മണ്ഡലകാല വിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. മണ്ഡലകാല വിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പുനരൊരു കുതിരയെ വാഹനമാക്കിയ ശാസ്താവിന്റെ തിരുസന്നിധി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് മാനവ സമൂഹത്തെ തയ്യാറാക്കുന്ന രഥവീതിയാണ്. ശാസ്താവ് ഹരിഹരപുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഹരിഹരപുത്രനായി ജനിച്ച കുഞ്ഞിന് ശാസ്താവ് എന്ന നാമകരണം നടത്തിയത് മഹാവിഷ്ണുവാണ്. ദുർമാർഗികളെ ശാസിച്ച് നേർവഴിക്ക് നയിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ശാസ്താവിന് നിയോഗം സിദ്ധിച്ചത്. പശ്ചിമഘട്ട മലനിരകളിലെ പ്രസിദ്ധമായ ശാസ്താ ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ശബരിമല, പൊന്നമ്പലമേട്, അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിൽ കൂടാതെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ശാസ്താംപാറയിലും പരശുരാമൻ ശാസ്താപ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ കാട്ടാക്കട നെയ്യാർ റൂട്ടിൽ യാത്ര ചെയ്താൽ വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. കാടും മേടും നീലപ്പട്ടുകളണിഞ്ഞു, നൽപൂങ്കാവും ചിൽപ്പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു. നൽപൂങ്കാവും ചിൽപ്പൂങ്കാറ്റും കർപ്പൂരാരതി ഒഴിഞ്ഞു. കർപ്പൂരാരതി ഒഴിഞ്ഞു. മണ്ഡലകാല വിഭാതമായി ശരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പശ്ചിമഘട്ട മലനിരകളിലെ ശാസ്താംപാറയിൽ ശാസ്താ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ പരശുരാമനാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പൂജ ചെയ്യാനായി പരശുരാമൻ ഈ പ്രദേശത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ നിത്യവും പൂജ നടത്തി വരുന്നു. ശബരിമല തൻ നീലിമയിൽ
അന്ന് പൂജ നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് അദ്ദേഹം ഭയന്നു. അദ്ദേഹം ഇക്കാര്യം ഭഗവാന് മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ കൂടെ ബാലരൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളുകയുണ്ടായി. ഏറെ ദൂരം കാനന വഴികളിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണന് നെയ്യാറിന്റെ കരകളിലെത്തിയപ്പോൾ പുഴ മുറിച്ചു കടക്കാനാകാതെ വിഷമിച്ചു നിൽക്കേണ്ടി വന്നു. കാനന വഴികളിലുടനീളം തന്നെ അനുഗമിച്ച ബാലനെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. എങ്ങനെ ഈ ബാലനെയും കൊണ്ട് അക്കരെ കടക്കും എന്ന് അദ്ദേഹം മനംനൊന്ത് ആലോചിച്ചു. ആ സമയം ആറ് കടന്ന് അക്കരെ ചെന്ന് ബാലൻ തിരുമേനി വരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. സന്തോഷവാനായ ബ്രാഹ്മണൻ ആറ് കടന്ന് അക്കരെ എത്തുകയും സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. ഏറെ നേരം അങ്ങനെ യാത്ര ചെയ്ത് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കുഞ്ഞു ബാലൻ അത്യധികം തേജോമയനായി കാണപ്പെട്ടു. കയ്യിൽ അമ്പും വില്ലുമേന്തിയ ബാലൻ ഒരു ദിവ്യരൂപമായി നിലകൊള്ളുകയായിരുന്നു. തുടർന്ന് ബാലൻ ബ്രാഹ്മണ ശ്രേഷ്ഠനോടായി പറഞ്ഞുവത്രേ, ഇനി മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. തിരുമേനി ഇവിടെ വന്ന് പൂജകൾ ചെയ്താൽ മതി. വാർദ്ധക്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തേജോമയനായ ബാലന്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷവാനായി. അന്നു മുതൽ വീരണകാവിലെത്തുന്ന ഭക്തജനങ്ങൾ ഭഗവാന് പടത്തിക്കുല നിവേദ്യമായി അർപ്പിച്ചു വരുന്നു. തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണമി പോലെ പുണ്യമനസ്സിൽ സ്വാമി പൊഴിയും പൂർണ്ണ ചന്ദ്രിക ചാലേ മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാഭരണം. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഗിരിവർഗ്ഗക്കാർ അവരുടെ പ്രധാന ദൈവമായി കാണുന്നത് ശ്രീ ശാസ്താവിനെ തന്നെയാണ്. ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം. വീരണകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപം ഒരു ശിവക്ഷേത്രമുണ്ട്, നെടുമൺ മഹാദേവ ക്ഷേത്രം. പൊന്നമ്പലമതിൽ ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം കർപ്പൂര പൊൻകിരണം മകര സംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠൻ. വീരണകാവ് ശ്രീ ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനത്താണ് നെടുമൺ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിച്ചു വരുന്നത്. ഒരു കനകാഭരണം 60 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് മഹോത്സവവും ആഴിപൂജയും വിശേഷാൽ ചടങ്ങുകളാണ്. ശരണം ശബരിഗിരിയൊരു കരിമലയായി മുഴക്കിടുന്നു ശരണം മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശ്രുകണം. പടത്തിക്കുല, ഇടിച്ചുപിഴിഞ്ഞ പായസം, ഉണ്ണിയപ്പം, പാനകം എന്നിവയാണ് ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ് ഗുരുധർമ്മപാദത്തെ താണോ വണങ്ങിയൻ നരജന്മ കെട്ട് മുറുക്ക് തിരുപടിയേറാനൊരുക്ക് ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്
ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനെന്നാത്മാർപ്പണം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനെന്നാത്മാർപ്പണം. ഭൂതപ്രപഞ്ചന്റെ ആവാഹനം ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ആണ്ടവനായ ശ്രീ ധർമ്മശാസ്താവ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കുടികൊള്ളുന്ന വീരണകാവ് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു. ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ശിശിരകാലത്ത് ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ മഴക്കാലത്ത് അവ വീണ്ടും തളിർത്തു പൂക്കും. മനുഷ്യ ജീവിതത്തിൽ ചില ദശാകാലങ്ങൾ നമ്മെ ഇങ്ങനെയാണ് സ്വാധീനിക്കുക. അക്കാലത്തുണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങൾ സത്യത്തിൽ നമുക്ക് സുരക്ഷ തീർക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു നഷ്ടങ്ങളെയും വലിയ നേട്ടങ്ങളുടെ മുന്നോടിയായി കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.